ആ നടക്കാത്ത ആഗ്രഹമാണോ? ഇതിൽ നിറവേറിയത്. ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്. ഈ പോലീസ് വേഷം ഇടുമ്പോ ഒരു ഗുമ്മുണ്ടോ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുൻപിലെ ഷൂട്ടിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ആ ഷൂട്ടിങ്ങിനിടയിൽ കർമ്മനിരതരായ ചില പോലീസുകാർ അവിടെ കാണാം. ഒരു കൂട്ടം CI-മാരാണ് ഇവിടെയുള്ളത്. സാർ എവിടെ നിന്നാണ് സാർ? ഏത് സ്റ്റേഷനിലാണ്? അപ്പോൾ എല്ലാ നഗരത്തിലെ സ്റ്റേഷനുകളിലുള്ള പോലീസുകാർ ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് അല്ലെ? അപ്പോ എത്ര നാളായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? 2 വർഷം. സ്ഥിരം പോലീസ് ഏത് വേഷമാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഒരാഗ്രഹം ഉണ്ടായിരുന്നോ പോലീസുകാരനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതങ്ങനെയാണ് സാധിച്ചത്. അപ്പോ ശരിക്കും ഇപ്പൊ എന്താ ജോലി ചെയ്യുന്നത്? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. സിനിമാ പ്രേമ മൂത്ത് ഇതുപോലുള്ള അവധി ദിവസങ്ങളിൽ സിനിമാ പ്രാന്തം. ഓ, സാറ് ഏത് സ്റ്റേഷനിലാണ്? സ്റ്റേഷനൊന്നുമല്ല, ഈ ഒരു വേഷം ഇങ്ങനെ ചെയ്യുന്നു. ഇത്തരത്തിൽ വേഷങ്ങൾ ചെയ്യാറുണ്ടോ? ഓ, കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യും. എല്ലാ വേഷവും ചെയ്യാറുണ്ട്. എവിടാ വീട്? ഞാൻ കഴക്കൂട്ടം തന്നെ. പതിവായി സിനിമയിൽ പോലീസ് വേഷം ചെയ്യുന്ന ആളാണോ? അതെ അതെ. എത്ര വർഷമായി? 2 വർഷമായി. പോലീസ് ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആണ്, ഉണ്ടായിരുന്നു. ആ നടക്കാത്ത ആഗ്രഹമാണോ? ഇതിൽ നിറവേറിയത്. ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്. അപ്പൊ ഈ എങ്ങനെ അറിയിക്കുമ്പോ എവിടെയാണെങ്കിലും നമ്മൾ പോകും. സിനിമ സ്നേഹമാണ്, അതിനോടുള്ള ഭ്രാന്ത്. എന്തെങ്കിലും നമ്മളൊരു ക്യാരക്ടർ റോളൊക്കെ കഴിയുന്നത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഇതിന്റെ പിന്നാലെ തന്നെയാണ്. ഇതിന്റെ പിന്നാലെയാണ്. ചേട്ടനോ? പ്രകാശ്. അപ്പോ എത്ര കൊല്ലമായി? 6-7 വർഷമായി. പോലീസുകാരനാണ്? പതിവ് പോലീസുകാരനാണോ? പതിവ് പോലീസുകാരനല്ല, വേറെ മിഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര സിനിമകളിൽ? 10-17 സിനിമ ചെയ്തിട്ടുണ്ട്, കുറെ സീരിയൽ ചെയ്തിട്ടുണ്ട്. സിനിമ ഭ്രാന്ത് തന്നെയാണ്. സിനിമ ഭ്രാന്ത് തന്നെയാണ്. ഈ പോലീസ് വേഷം ഇടുമ്പോ ഒരു ഗുമ്മുണ്ടോ? ഉണ്ട്. മറ്റു വേഷങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത? ഒരു ഇതുണ്ടാകും, ഗുമ്മുണ്ട്. പിന്നെ എല്ലാ വേഷവും ചെയ്യാറുണ്ട്, ഇതെന്നല്ല, എല്ലാ വേഷവും ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ CI ആയിട്ടാണോ? CI ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 2 വർഷം കൊണ്ടാണ് ഈ ഫീൽഡിൽ വന്നത്. അല്ലാതെ എന്താ ശരിക്കും എന്താ ജോലി ചെയ്യുന്നത്? ശരിക്കും വണ്ടിയുടെ പെയിന്റിങ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സിനിമയോട് അടങ്ങാത്ത ആഗ്രഹമാണ്. അങ്ങനെയല്ല, എന്നാലും ഒരു ഫാഷനാണ് പുറത്ത് ചെയ്യുന്നത്. ഇവിടെ വിളിച്ചു കേൾക്കുന്ന ഒരു CI ഉണ്ട്. സാറ് ഏത് സ്റ്റേഷൻ? ഞാൻ ഇവിടെ തമ്പാന്റെ. പതിവ് എങ്ങനെയുണ്ട്? ക്രൗഡൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് പോലീസ് ജീവിതം? എങ്ങനെയുണ്ട് പോലീസ് ജീവിതം? ഇപ്പൊ അടുത്തടുത്ത് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. CI അങ്ങനെ ഓരോരോ പോലീസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൊമോഷനായി ഏതൊക്കെ വേഷം വരെ കിട്ടിയിട്ടുണ്ട്? CI വരെ വന്നിട്ടുണ്ട്. അതെ. CIക്ക് മുകളിലേക്ക് പ്രൊമോഷൻ കിട്ടാറില്ലോ? ആയിരുന്നു, ഇപ്പൊ പ്രൊമോഷനായാണ്. ഇപ്പൊ CI ആയത്. ട്രാൻസ്ഫർ വല്ലതും ഉണ്ടാവും? ട്രാൻസ്ഫർ കണ്ണൂരത്തേക്ക് ചോദിച്ചാണ്, അങ്ങോട്ട് പോകാനാണ്. നമ്മൾ കൂടുതൽ സംഘർഷമുള്ള ഏരിയയിലേക്ക് പോകാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ. 2 ഇടിയൊക്കെ ഇടിക്കും. അതെ അതെ, അതിനാണ് ഇവിടെ നമുക്ക് താല്പര്യം കൂടുതൽ. സാറ് എങ്ങനെയാ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? കൃത്യമായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ അഭിനയത്തിന്റെ ഇതിന്റെ ഉള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ഈ വേഷം ചെയ്യുന്നു. കുറച്ച് നാളായി, 1 കൊല്ലം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. ഗൾഫിലായിരുന്നു. ഇപ്പൊ നമ്മള് പഠിക്കുമ്പോഴൊക്കെ ഒരു പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഇതിലൂടെ സാധിച്ചു. സ്ഥിരം പോലീസ് വേഷം തന്നെയാണോ? സ്ഥിരം പോലീസ് വേഷം തന്നെ ചെയ്യുന്നത്. പോലീസിനോട് പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ഒരു കൂട്ടം പോലീസുകാരുടെ ഇവിടെ സമരം തുടങ്ങുകയാണ്. സമരത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമരത്തിൽ അണിചേരുന്ന ഒരു കൂട്ടം പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തങ്ങളുടെ നേതാവ് വേദിയിൽ നിന്ന് വലിയ രീതിയിൽ ആവേശം വിതർന്ന പ്രസംഗം നടത്തുമ്പോൾ ആ ആവേശത്തിനെ ഇരട്ടിയാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കൂട്ടം അണികൾ, ആയിരങ്ങൾ 10,000 ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു എല്ലാം തികഞ്ഞ ഒരു സമരത്തിന്റെ അതേ എല്ലാ മൂർത്തിഭാവവുമുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗവുമായി ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല, അടുത്ത ഷെഡ്യൂൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി കഴിഞ്ഞ ശേഷം നേപ്പാളിലുണ്ട്, അസർബൈജാനിലുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല മേഖലകളിലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാകുമെന്ന് അതിന്റെ സംവിധായകൻ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ പ്രമേയമാണ് എന്ന് പറയുമ്പോഴും അതിലെ വിവാദങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള പ്രതികരണമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിലീസാകുന്ന സിനിമയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ കൂടെ ബാധിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചിത്രമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും സിനിമ തിരശ്ശീലയിലെത്തുമ്പോൾ, വെള്ളിത്തിരയിലെത്തുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അതിലെന്താണ് പറയുന്നതെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.